ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ രൂപീകൃത കാലം മുതൽക്ക് തന്നെ എപ്പോഴും ഗഹനമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഈ ഭരണഘടനയ്ക്കകത്ത് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മണ്ഡലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിലില്ലാത്തതൊന്നുമില്ല. ഇങ്ങനെയൊന്ന് അംബേദ്കർ എഴുതി വച്ചിട്ടില്ലെങ്കിലും, ഈ വരികൾ എഴുതി വച്ചിട്ടില്ലെങ്കിലും, അംബേദ്കറും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന 6-7 പേരും കൂടി ഏതാണ്ട് 3 കൊല്ലത്തോളം എടുത്തുകൊണ്ടാണ് ഈ ഭരണഘടന എഴുതിയതും അത് പൂർത്തീകരിച്ചതും. മഹാഭാരതം എഴുതുന്ന സമയത്ത് വ്യാസൻ തുടക്കത്തിൽ പറയുന്ന 2 വരിയുണ്ട്. ഇതിലില്ലാത്തതൊന്നും പുറത്തില്ല, പുറത്തുള്ളതൊക്കെ ഇതിലുണ്ട്. അതൊരു കവിക്ക് പറയണമെങ്കിൽ അത്ര ഗഹനമായ ആത്മവിശ്വാസം വേണം ഒരു കവിക്ക്. വ്യാസൻ ഒരാളാണോ 100 ആളാണോ എന്നൊക്കെ തർക്കം ഇപ്പോഴും അവശേഷിക്കുന്നു. അതുപോലെയാണ് ബാബാ സാഹേബ് അംബേദ്കർ ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സമഗ്ര മേഖലയിലുമുള്ള മനുഷ്യജീവിതത്തിൻ്റെ സ്പന്ദനമേറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ ഭരണഘടന ആലേഖനം ചെയ്തത്. 1948 നവംബർ മാസം 4-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു രൂപത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം ഡോക്ടർ അംബേദ്കർ നടത്തുന്നത്. പിന്നീട് 1949 നവംബർ 26-ന് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രഭാഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. ആ നവംബർ 4-നാണ് തന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ നാട്, വ്യത്യസ്ത ചിന്തകളുടെ, വ്യത്യസ്ത ദർശനങ്ങളുടെ, വേഷവിധാനങ്ങളുടെ, ഭക്ഷണത്തിൻ്റെ മേഖലയിലുള്ള വൈജാത്യങ്ങളെ, സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും അതിനെ പഠിച്ചു ഗഹനമായി പരിശോധിച്ചുകൊണ്ടുമായിരുന്നു അംബേദ്കറും കൂട്ടരും ഇത് എഴുതിയത്. ആ സമിതിയിൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, KM മുൻഷി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഗഹനമായ പണ്ഡിത ശിരോമണികളാണ്. ആ കാലഘട്ടത്തിലെ എല്ലാ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഏത് പാർട്ടിയുടേതാണെങ്കിലും അതിഗഹനമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമകളായിരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം പിന്നിട്ടിട്ടുള്ള ഈ അവസരത്തിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു നേതാവാകാനുള്ള ഏറ്റവും വലിയ ഗുണം മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒന്നും വായിക്കരുത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടം അതാ പറയുന്നത്. ഒന്നും വായിക്കാത്ത ആൾക്കാരാണ് ഇന്ന് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ. എങ്ങനെ ഇന്ത്യ അങ്ങനെ മാറി അംബേദ്കർ ജനിച്ച നാട്ടിൽ? ഇങ്ങനെ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദും സർദാർ പട്ടേൽ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാജഗോപാലാചാരി, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയൊക്കെ ഹിമാലയത്തിനേക്കാൾ തലയെടുപ്പുള്ള നേതാക്കന്മാർ ജനിച്ച് വിരാജിച്ച നാട്ടിൽ ഇന്ന് സങ്കുചിതത്വത്തിൻ്റെ മാളങ്ങളിലേക്ക് ഒളിക്കുന്ന ഏറ്റവും ചെറിയ മനസ്സുകളുടെ ഉടമകളായിട്ട് മാറിയിരിക്കുന്നു മിക്കവാറും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകന്മാരും അല്ലെങ്കിൽ നേതൃത്വങ്ങളും പൊതുജനങ്ങളും. അങ്ങനെ ചിന്തിക്കാത്തൊരു ജനതതി ബഹുഭൂരിഭാഗം വരുന്ന ഈ നാട്ടിൽ ഭരണഘടനയെ നിശേഷം ഇല്ലാതെയാക്കിയാൽ അത്ഭുതപ്പെടുന്നു വേണ്ട. ഇവിടെ ഗഹനമായ ചർച്ചകളില്ല, ഇന്ത്യയിൽ നിന്നും സംവാദങ്ങളില്ല, സംഭാഷണങ്ങളില്ല. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം ഏത് ചർച്ചകൾ നമ്മൾ നോക്കിയാലും അവിടെ അട്ടഹാസങ്ങളും ആക്രോശങ്ങളുമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ചർച്ച അവതരിപ്പിക്കുന്ന ആങ്കർമാരും. രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് ഒരാളും ചർച്ച ചെയ്യില്ല. അംബേദ്കർ ഇത് എഴുതാൻ വേണ്ടിയിട്ട് കൊല്ലങ്ങളോളം എടുത്തു ഇത് പഠിക്കാൻ. അങ്ങനെ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നുണ്ട്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം.
ഈ 3 ദർശനങ്ങളാണ് ഈ ഭരണഘടന ഇന്ത്യൻ ജനതയ്ക്ക് സംഭാവന നൽകുന്നത്. ഈ 3 ദർശനങ്ങളെ ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തതല്ല. 1787 ഫ്രഞ്ച് വിപ്ലവം, അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ആവിർഭവിക്കുന്നത്. ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തതല്ല ഞാനിത്. മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് ഉയർന്നു വന്ന അനുഭവ സമ്പത്തിൻ്റെയും തീക്ഷ്ണമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും സമരഭൂമിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രചോദകമായിട്ടുള്ള സിദ്ധാന്തമാണ് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഈ സാഹോദര്യം എന്നുള്ള വാക്കാണ് ഞാൻ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്നത്. ഫ്രറ്റേണിറ്റി എന്നതിന് ഇംഗ്ലീഷിൽ പറയുമെങ്കിലും ഞാൻ അതിനെ കൂടുതൽ സാധാത്മ്യം കൽപ്പിക്കുന്നത് മൈത്രി എന്ന വാക്കിനോടാണ്. സർവമത മൈത്രി എന്നൊക്കെ നമ്മൾ പറയും പോലെ മൈത്രി. ഈ മൈത്രി എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത് എൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ ബുദ്ധദേവൻ. ആ ബുദ്ധദേവന്റെ മൈത്രി സങ്കല്പമാണ് ഞാൻ ഈ ഭരണഘടനയിൽ ആലേഖനം ചെയ്യുന്നത്. ബുദ്ധദേവന്റെ ദർശനങ്ങളിലൂടെയാണ് ഈ രാജ്യം നടന്നു പോകേണ്ടത്. സർവമത സാഹോദര്യം, സർവമാനുഷിക മൈത്രി, സഹിഷ്ണുത, സമത്വം, ഇതെല്ലാം ലോകത്തോട് ഉദ്ഘോഷിച്ചിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഉപനിഷത്തും ബുദ്ധനും ജൈനനും ഗുരുനാനാക്കും എല്ലാം ലോകത്തോട് പറഞ്ഞത് ഈ മത സാഹോദര്യത്തെക്കാൾ ഉപരി മനുഷ്യ സാഹോദര്യമാണ്, മാനവികതയാണ്. ആ മനുഷ്യ സംസ്കാരത്തിൻ്റെ സംഗമഭൂമിയാണ് ഇന്ത്യ എന്ന് അംബേദ്കർ തറപ്പിച്ചു പറഞ്ഞു ഈ ഭരണഘടനയിൽ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതും അതായി മനുഷ്യ സാഹോദര്യം. ഇന്ന് മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നത്. ജാതി സ്പർദ്ധയും മതസ്പർദ്ധയും അതിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഈ ജാതി മതസ്പർദ്ധകളെ വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഫാസിസം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിനേക്കാൾ മുൻപ് തന്നെ ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് ശക്തികളുണ്ട്. ഇന്ത്യയിൽ മൂലധന സമഗ്രാധിപത്യ ശക്തികളുണ്ട്. ആ മൂലധന സമഗ്രാധിപത്യ ശക്തികളും ഫാസിസ്റ്റ് മതമൗലികവാദ ചിന്തകളുടെ വക്താക്കളും കൂടി ഇന്ത്യൻ ഭരണഘടനയെ അടിമുടി മാറ്റിയെഴുതുക എന്നുള്ള ആസൂത്രിതമായ നീക്കം തുടങ്ങിയിട്ട് 5-6 ദശകങ്ങൾ പിന്നിട്ടു. അത് സാധ്യമല്ലാത്തത് ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ ബോധവും സംസ്കാരങ്ങളുടെ സമന്വയത്തിൻ്റെയും ഫലമായിട്ടാണ്. ഈ ഭരണഘടന അംബേദ്കർ പാർലമെന്റിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ സംക്ഷിപ്ത രൂപം അദ്ദേഹം പ്രസംഗത്തിലൂടെ ആവിഷ്കരിച്ചു. അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, മൗലാന ആസാദ്, രാജഗോപാലാചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൻ, ഇവരെല്ലാം സന്നിഹിതരായിട്ടുള്ള ആ സദസ്സിൽ വെച്ചാണ് അംബേദ്കർ ഈ ഭരണഘടന അവതരിപ്പിക്കുന്ന പ്രസംഗം നടത്തുന്നത്. അനർഗളമായിട്ടുള്ള വാക്ചാതുരിയുടെ ഉടമയായിരുന്നു ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. അംബേദ്കറുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നമ്മൾക്കറിയണം. 32 ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയിട്ടുള്ള ആളാണ് അംബേദ്കർ. ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് ലോ, അതിൽ തന്നെ PhD, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് PhD, 3 PhDകൾ, 10-30 ബിരുദാനന്തര ബിരുദങ്ങൾ, D.Litt in ലിറ്ററേച്ചർ, ഡോക്ടർ ഓഫ് സയൻസ്, ഡോക്ടർ ഓഫ് ഇക്കണോമിക്സ്, ഡോക്ടർ ഓഫ് പൊളിറ്റിക്സ്, ഇങ്ങനെ എടുക്കാത്ത ഡിഗ്രി ഒന്നുമില്ല അംബേദ്കർ. അസാമാന്യമായ പണ്ഡിതത്തിൻ്റെ ഏറ്റവും വലിയ വിജ്ഞാന ഗോപുരം. ആ അംബേദ്കർക്ക് ഏത് വിഷയവും സംസാരിക്കാം, ഏത് വിഷയത്തെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ എഴുതാം. അങ്ങനെ ആ കാലഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെക്കാളധികം വൈജ്ഞാനിക ഔന്നത്യത്തിൽ നിന്നിട്ടുള്ള ആളായിരുന്നു ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ
ബിരുദവും ബിരുദാനന്തരമുള്ള ഒരു വിജ്ഞാന ശിരോമണി. ആ അംബേദ്കർ ഏറ്റുമുട്ടിയത് നെഹ്റുവിനോടല്ല. അംബേദ്കർ എപ്പോഴും ഏറ്റുമുട്ടിയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയോടായിരുന്നു. ഗാന്ധി അംബേദ്കർ ചർച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ചർച്ചകളാണ്, അധ്യായങ്ങളാണ്, മുഹൂർത്തങ്ങളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ അംബേദ്കറോട് തുറന്ന സമീപനത്തോടുകൂടി ചർച്ച ചെയ്ത ഒരാളേ ഉള്ളൂ. അയാളുടെ പേരാണ് മഹാത്മാഗാന്ധി. അതാണ് ഗാന്ധിജിയുടെ വലിപ്പം. ഗാന്ധി തന്നെ എതിർക്കുന്നവരോടും സംഭാഷണം നടത്തും, മനസ്സ് തുറന്നിട്ടിരിക്കും ഗാന്ധി. ശത്രുവിനോടാണ് ഗാന്ധി ആദ്യം സംസാരിക്കുക, മിത്രങ്ങളെക്കാൾ കൂടുതലും. അംബേദ്കർ വ്യക്തിപരമായ ശത്രുവായിരുന്നില്ല, ആശയപരമായ ശത്രുവായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ പല ഘട്ടങ്ങളിലും. ലാഹോറിൽ ജാറ്റ്മട്ട് ടോഡൽ മണ്ഡൽ എന്ന് പറയുന്നൊരു സഭയുണ്ട്, ഒരു ജാതി സമൂഹത്തിൻ്റെ സഭ. ആ ജാറ്റ്മട്ട് ടോഡൽ മണ്ഡലത്തിൻ്റെ സഭയുടെ സമ്മേളനത്തിന് അംബേദ്കറിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അന്നൊക്കെ പ്രസംഗം സംഘാടകർക്ക് എഴുതി കൊടുക്കണം, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് എത്തിച്ചു കൊടുക്കണം. കാരണം അത്ര ഗഹനമായിട്ടുള്ള വേദി സദസ്സായിരിക്കും, അത്ര മാത്രം വിജ്ഞാനം തേടുന്ന ആൾക്കാരായിരിക്കും അവിടെ സന്നിഹിതരാവുക. പ്രാസംഗികരും അത്തരത്തിലുള്ള വിജ്ഞാന ഭണ്ഡാകാരംഗരായിരിക്കും. ഇപ്പം സംഘാടകന്മാർക്ക് ഇത് എത്തിച്ചു കൊടുത്തപ്പോൾ ആ സംഘാടകന്മാർ ഈ പേപ്പർ പരിശോധിച്ചു കൊണ്ട് പറഞ്ഞു, ഇതിലെ ചില ഭാഗങ്ങൾ മാറ്റണമെന്ന്. അതിൽ അംബേദ്കർ എഴുതിയത് ഇന്ത്യയിലെ വേദങ്ങളെക്കുറിച്ച്, ശ്രുതികളെക്കുറിച്ച്, സ്മൃതികളെക്കുറിച്ചൊക്കെയുള്ള ചില ഉദ്ധരണികളായിരുന്നു. ഈ അനാചാരത്തിനെയും യാഥാസ്ഥികത്വത്തിനൊക്കെ എതിരായിട്ട്. അപ്പോൾ ഈ സംഘാടക സമിതി ആ വാചകങ്ങൾ മാറ്റണം, എന്നാൽ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞു അതിന് വേറെ ആളെ നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ പ്രസംഗത്തിന് പോയില്ല, അവർ പ്രസംഗിക്കാൻ സമ്മതിച്ചുമില്ല. ആ പേപ്പറാണ് ലോകപ്രശസ്ത പേപ്പറായിട്ട് മാറുന്നത്. അംബേദ്കർ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ആ പേപ്പർ പ്രസിദ്ധീകരിച്ചു. ആ പേപ്പറിൻ്റെ തലവാചകമാണ് ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ ഉന്മൂലനം. ആ ഒരൊറ്റ പേപ്പറാണ് സംഘപരിവാറിനെ ഇന്നും പേടിപ്പെടുത്തുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 47 ശേഷവും ഇന്ന് വരെയും 47 മുൻപേയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടം മുതൽക്ക് 3-ാം നൂറ്റാണ്ട് മുതൽ ചാതുർവർണ്ണത്തിൽ അടിമപ്പെട്ട ഒരു രാജ്യമാണ്. അന്നും അതെ ഇന്നും അതെ, ഇനിയും 1000 കൊല്ലാലും കഴിഞ്ഞാലും അത് മാറില്ല. ഇതാദ്യം പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ. ഞാനിതാ മനുസ്മൃതി കത്തിക്കുന്നു, ചാതുർവർണ്ണത്തിൻ്റെ വേദപുസ്തകമായ മനുസ്മൃതി ഞാൻ കത്തിക്കുന്നു. ആ കത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1000 തവണ ഞാനിത് കത്തിച്ചാലും ജാതി മേധാവിത്വം ഇന്ത്യയിൽ മാറില്ല. ജാതി മേധാവിത്വം മാറാതെ ഇന്ത്യയും രക്ഷപ്പെടില്ല, ഹിന്ദുമതവും രക്ഷപ്പെടില്ല എന്ന് എഴുതി വെച്ച ആളാണ് ബാബാ സാഹിബ് അംബേദ്കർ. അതാണ് സംഘപരിവാറിന് അംബേദ്കർ എന്ന പ്രതിഭാസം പേടി സ്വപ്നമാണ്. ഇന്ത്യയുടെ ജനകോടികളിൽ 60% ആരായിപ്പോഴും ദളിത് ആദിവാസി വിഭാഗങ്ങളാണ്. ഈ രാജ്യത്തിൻ്റെ മണ്ണ് മുഴുവൻ അവരുടേതാണ്, മേൽജാതിക്കാരുടേതല്ല. പരമ്പരാഗതമായിട്ട് തന്നെ പരിശോധിക്കുമ്പോൾ ആ ജാതിയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും എല്ലാം കൈയുയർത്തി പിടിച്ചു കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ജീവിതം വരെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ദൈക്ഷണിക പ്രതിഭകളിൽ ഒരാളായിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ. 1-ാം വട്ടമേശ സമ്മേളനത്തിന് അദ്ദേഹം പോകുന്നു ഗാന്ധിജിയോടൊപ്പം. വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കറിന് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നു രാജാവിൻ്റെ ഈ വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടനിൽ. ആ പ്രസംഗം ബ്രിട്ടനിലെ എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു. പിറ്റേ ദിവസം അംബേദ്കറുടെ ചിത്രം കൊടുത്തു, ഗാർഡിയൻ പത്രത്തിലും മറ്റുള്ള പത്രങ്ങളിലുമെല്ലാം. അങ്ങനെ ലോകം മുഴുവൻ അംബേദ്കർ അറിയപ്പെടാൻ തുടങ്ങി. അവിടെ തന്നെ മഹാത്മാഗാന്ധിയുണ്ട് ലണ്ടനിൽ. അപ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗവും ചിത്രം എപ്പോഴും പത്രത്തിൽ വരും, അതൊരു അത്ഭുത കാര്യമല്ല. പക്ഷെ അംബേദ്കറുടെ ചിത്രവും പ്രസംഗവും വന്നതോടുകൂടി ലോകം മുഴുവൻ അംബേദ്കർ ആ പ്രസംഗത്തിൽ പറഞ്ഞത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിമോചനത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സങ്കല്പങ്ങളെക്കുറിച്ച്, മനുഷ്യരാജിയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അണിനിരക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഈ ജാതി മത ചിന്തകൾക്കെതിരായി,
ജാതി സ്പർദ്ധക്കെതിരായി, ഉച്ചനീചത്വങ്ങൾക്കെതിരായി പോരാട്ടം നടത്താതെ സ്വാതന്ത്ര്യം നേടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് അംബേദ്കർ അസംദിഗ്ധമായി ഗാന്ധിജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കഴിഞ്ഞ് അംബേദ്കർ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, പ്രിയപ്പെട്ട ജവഹർലാൽ, ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്, 49 നവംബർ മാസത്തിലുള്ള പ്രസംഗം. പക്ഷേ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അർത്ഥപൂർണത കൈവരണമെങ്കിൽ ഇന്ത്യയിൽ സാമൂഹിക സമത്വം വേണം, സാമ്പത്തിക സമത്വം വേണം. പൊളിറ്റിക്കൽ ഡെമോക്രസി മസ്റ്റ് ബി ഫോളോഡ് ബൈ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി എന്ന് അംബേദ്കർ തറപ്പിച്ചു പറഞ്ഞു. നെഹ്റു തലകുണിക്കുക എന്നല്ലാതെ അന്ന് മുതൽ ഇന്നേ വരെ ഇന്ത്യയിൽ സാമൂഹിക സമത്വമില്ല, സാമ്പത്തിക സമത്വമില്ല, പിന്നെന്ത് സ്വാതന്ത്ര്യം? ഇന്ത്യൻ ജനസംഖ്യയിൽ ഇപ്പോഴും 36% പേർക്ക് ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. പറയുന്നത് ഡോക്ടർ അമർത്യ സെൻ, ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വിശാരദൻ, മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ, മറ്റൊരു നോബൽ പ്രൈസ് ജേതാവായ ഇക്കണോമിസ്റ്റ് ജോസഫ് ഷൂൾസ്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ കണക്കാണ്. അമർത്യ സെൻ 2019 എഴുതിയ പുസ്തകം ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ, അതിൽ കൃത്യമായി പറയുന്നു, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-73 വർഷം കഴിഞ്ഞിട്ടും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നവർ 34% രാജ്യം. എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം? എന്തിനെയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എന്തിനെയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? അങ്ങനെയുള്ളൊരു രാജ്യത്താണ് സംഘപരിവാർ പിടിമുറുക്കിയത്. ഗാന്ധി ജനിച്ച നാട്ടിൽ, അംബേദ്കർ ജനിച്ച നാട്ടിൽ പട്ടിണിയും സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും കൊട്ടിക്കുത്തി വാഴുന്ന നാട്ടിൽ ഇവിടെ എങ്ങനെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലിരിക്കുന്നു? അതിൻ്റെ കാരണം നിങ്ങളും ഞാനുമാണ്. ചിന്തിക്കില്ല, വായിക്കൂല, പിന്നെന്ത് ചെയ്യും? ഇന്ത്യയിലെ 75% ജനതയും വായിക്കാത്തവരാ, ഇന്ന് ഗഹനമായ ചിന്തയില്ലാത്തവരാ, ഉപരിപ്ലവമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച നടത്തുന്നവർ. ഗഹനമായ കാര്യങ്ങളെക്കുറിച്ച് ആർക്കും ചർച്ച വേണ്ട. ആർക്ക് മുഖ്യമന്ത്രിയാവണം, പ്രധാനമന്ത്രിയാകണം, മന്ത്രിയാകണം, അതാണ് ചർച്ച രാഷ്ട്രീയത്തിൽ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ രാജ്യത്തിന് കുടിവെള്ളം കിട്ടാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭൂമിയില്ലാത്തവരുണ്ട്, ശൗചാലയമില്ലാത്തവരുണ്ട്, ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്തവരുണ്ട്. അംബേദ്കർ അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അംബേദ്കർ പേടി സ്വപ്നമാണ്. സംഘപരിവാറിന് മാത്രമല്ല, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവൻ അംബേദ്കർ പേടി സ്വപ്നമാണ്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്ഥിതി. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളടക്കം ഉൾക്കൊള്ളാനും വയ്യ, തിരസ്കരിക്കാനും വയ്യ. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെ സ്ഥിതി. അംബേദ്കർ എന്ന് പറഞ്ഞാൽ ജനവിമോചനത്തിന്റെ വക്താവാണ്. കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അംബേദ്കർ ഈ ജാതിക്കെതിരായിട്ടുള്ള ചിന്തകളെ അഴിച്ചുവിട്ടത്. രണ്ടുപേരുടെയും വ്യത്യസ്ത ചിന്തകളായിരുന്നു, വേറെ കാര്യം. അങ്ങനെ അംബേദ്കർ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ആകാശം, അടിസ്ഥാന വിഭാഗത്തിൻ്റെ മോചനം, ചാതുർവർണ്ണത്തിനെതിരായ പോരാട്ടം, അത് നശിപ്പിച്ചാലല്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് അർത്ഥതയില്ല എന്ന് അംബേദ്കർ തറപ്പിച്ചു പറഞ്ഞു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇതാണ് 4 ജാതി വ്യവസ്ഥകളുടെ 4 വിഭാഗങ്ങൾ. 3-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതം ഏറ്റവും വലിയ സാർവജനീനമായ മതമായിട്ട് ലോകം മുഴുവൻ വ്യാപരിച്ചു നിൽക്കുന്ന സമയത്ത് 3-ാം നൂറ്റാണ്ടിൻ്റെ കാലം മുതൽ, ആ കാലഘട്ടത്തിലാണ് മലയാളിയായിട്ടുള്ള മഹാപണ്ഡിതൻ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ബ്രാഹ്മണ മത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചത്. മായാസിദ്ധാന്തം, ഈ കാണുന്നത് മുഴുവൻ മായയാണ്, ഒന്നുമല്ല. ആത്മീയവാദത്തിൻ്റെ പിതാവായിരുന്നു ശങ്കരാചാര്യർ. ആ മായാസിദ്ധാന്തം മുഖേനയാണ് ബുദ്ധമതത്തിൻ്റെ സിദ്ധാന്തങ്ങളെ ശങ്കരാചാര്യർ തകർത്ത് തരിപ്പണമാക്കിയത്. ബുദ്ധൻ പ്രചരിപ്പിച്ചത് കരുണ, ദയ, അനുകമ്പ, അഹിംസ, സ്നേഹം, സാഹോദര്യം. എന്നാൽ ബുദ്ധൻ പ്രചരിപ്പിച്ചത് ദൈവമില്ല, നീ തന്നെ ദൈവം. ഉപനിഷത്ത് പറഞ്ഞ തത്വമസി എന്നുള്ള വാചകം ബുദ്ധനാണ് പ്രയോഗത്തിൽ വരുത്തിയത്. എവിടെ ബുദ്ധൻ എന്ന് ശിഷ്യനായ അനന്തൻ ചോദിക്കുമ്പോൾ ബുദ്ധൻ മറുപടി പറയും, നീ തന്നെ ബുദ്ധൻ. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിജ്ഞാനവും ഉൾക്കൊള്ളുന്നവൻ, എൻലൈറ്റൻഡ് പേഴ്സൺ, അതാണ് ബുദ്ധൻ. ഞാനും ബുദ്ധനാണ്, നീയും ബുദ്ധനാണ്, പക്ഷെ നീ ബുദ്ധനാണെന്ന് നീ അറിയുന്നില്ല. തത്വമസിയാണത്. നീ എന്തിനെ തേടി നടക്കുന്നുവോ അത് നീ തന്നെ. അതാണ് അംബേദ്കർ ഉയർത്തിപ്പിടിച്ചത്. എല്ലാവരും ദൈവികതയുള്ളവരാ.
ബ്രാഹ്മണരും ക്ഷത്രിയരും മാത്രമല്ല മുകളിൽ നിൽക്കുന്നത്. അങ്ങനൊരു വിഭാഗം വേണ്ട. അങ്ങനെ ശ്രേഷ്ഠത എന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരികൽപ്പിക്കരുത് എന്ന് കർശനമായിട്ട് അദ്ദേഹം പറഞ്ഞു. എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട് ഈ ബ്രാഹ്മണിസം. ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ ഈ പൂണൂലിട്ട പാവപ്പെട്ട സ്വാമിമാരെ അല്ലട്ടോ ഞാൻ പറയുന്നത്. ബ്രാഹ്മണിസം ഈസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഒരു സോഷ്യൽ ഐഡിയോളജി. നമ്മൾ എന്തൊക്കെ പറയുമെങ്കിലും ക്രൈസ്തവ മതത്തിലും ഇസ്ലാം മതത്തിലും ഹൈന്ദവ മതത്തിലും ഈ സവർണ ശ്രേഷ്ഠന്മാരുണ്ട്. അവരെയൊന്നും തൊടാൻ പറ്റില്ല. അതും ഒരു തരത്തിലുള്ള ബ്രാഹ്മണിക് കോൺസെപ്റ്റാണ്, ചാതുർവർണ്ണ സ്ഥിതിയാണ്. മതപുരോഹിതന്മാർക്കെതിരെ അവരെന്ത് അനീതി കാണിച്ചാലും മിണ്ടാൻ പറ്റില്ല. പല മതങ്ങളിലും, ഈ സെമിറ്റിക് മതങ്ങളിലായാലും ശരി, ഈ സാർവജനീന മതങ്ങളിലായാലും ശരി. അപ്പം എല്ലാറ്റിലും ഉണ്ട് ഈ ബ്രാഹ്മണിസ്റ്റായി. പറയും നമുക്കെല്ലാം പറയാമെന്ന്, പക്ഷെ പറഞ്ഞാൽ വിവരം അറിയും ഇപ്പോഴും പല മതങ്ങളിലും ഇവർക്കെതിരെ ശബ്ദിച്ചാൽ. അങ്ങനെയുള്ള ബ്രാഹ്മണ സെറ്റപ്പിനെതിരായിട്ടാണ് അംബേദ്കർ ശബ്ദിച്ചത്. അദ്ദേഹം വേറൊരു പ്രബന്ധം അവതരിപ്പിച്ചു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, ലോക പ്രശസ്ത പ്രബന്ധം, ദ കാസ്റ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് ജെനിസിസ്, ഇറ്റ്സ് മെക്കാനിസം, ഇറ്റ്സ് ഡെവലപ്മെന്റ് എന്നായിരുന്നു ആ പ്രബന്ധത്തിൻ്റെ തലവാചകം. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, അതിൻ്റെ ഉദ്ഭവം, അതിൻ്റെ വികസനം, അതിൻ്റെ യാന്ത്രികത. ഈ വലിയ പ്രബന്ധം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച് ലോകാംഗീകാരം കിട്ടിയ പ്രബന്ധത്തിന് അംബേദ്കറുടെ പാണ്ഡിത്യത്തിനെ ചോദ്യം ചെയ്യാനുള്ള പണ്ഡിതന്മാർ വളരെ വിരളമായിരുന്നു ആ കാലഘട്ടത്തിൽ, ലോകത്തിലടക്കം. ആ പ്രബന്ധം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു. ഈ നേരത്തെ പറഞ്ഞ ജാതിയുടെ ഉന്മൂലനം എന്നുള്ള പ്രബന്ധം സ്വന്തം ചെലവിൽ പ്രസിദ്ധീകരിച്ച് 8 അണയ്ക്കാണ് അംബേദ്കർ വിറ്റത്. അതിന് വില കിട്ടത് 8 അണ. അന്ന് 8 അണ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ഗാന്ധി മറുപടി എഴുതി ഹരിജൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന മാസികയിൽ. ഗാന്ധി എല്ലാവർക്കും ലേഖനങ്ങൾ എഴുതും. അതിൽ ഹരിജൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മാസികയിൽ ഗാന്ധി അംബേദ്കറുടെ ഈ പുസ്തകത്തിനെ കുറിച്ച് എഴുതി. കുറച്ച് നല്ലത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഗാന്ധി, 8 അണ കുറച്ച് കൂടുതലായി, 4 അണയ്ക്ക് വിൽക്കാമായിരുന്നു, അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലെ ഉള്ളടക്കമെന്ന് കുറച്ച് പരിഹസിച്ചുകൊണ്ട് അംബേദ്കർ മറുപടി എഴുതി, ദ റിപ്ലൈ ടു മഹാത്മാ ഇൻ എ മോഡസ്റ്റ് വേ. അംബേദ്കറുടെ തലവാചക, മഹാത്മാവിനതായ മറുപടി കൊടുക്കുന്നു വിനയാന്വിതനായി. ഭയങ്കര വാഗ്വാദമാണ് ഗാന്ധിയും അംബേദ്കറും. ഒരു തരയ്ക്കും അംബേദ്കർ വിട്ടുകൊടുക്കില്ല. ഗാന്ധിയും അംബേദ്കറും വ്യക്തിപരമായ ഒരു വിരോധവുമില്ല. പരസ്പരം ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, ഒരാള് ലോക ജനതയുടെ നേതാവ്, മറ്റൊരാള് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എന്ന് മാത്രം മുദ്ര കുത്തപ്പെട്ട നേതാവും. പക്ഷേ ലോകം കണ്ട അധിക പണ്ഡിതന്മാരിൽ ഒരാളും. മലം ചുമക്കുന്നവരോടൊപ്പം അംബേദ്കർ നിന്നു, കുടിലില്ലാത്തവരോടൊപ്പം അംബേദ്കർ നിന്നു. ആ മലം ചുമക്കുന്നവരോടൊപ്പം 6 മാസം ഗാന്ധി താമസിച്ചു. ഡൽഹി UP അതിർത്തിയിലുള്ള വാത്മീകികൾ എന്ന് വിളിക്കുന്നവരെ, മലം ചുമത്ത് കൊണ്ടുപോകുന്നവരെ, മനുഷ്യമലം ചുമന്നപ്പുറത്ത് കൊണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഡൽഹിയിൽ. 76 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇവിടെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലും ബുള്ളറ്റ് ട്രെയിനും മറ്റേ ട്രെയിനൊക്കെ ഓടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ നാട്ടിലെ പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ മനുഷ്യമലം ചുമക്കുന്ന എത്രയോ മനുഷ്യന്മാർ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു കേട്ടോ. എന്നിട്ടാണ് ജനാധിപത്യം പറയുന്നത്. ആരോർക്കുന്നു അവരെ? അവരുടെ കൂടെയാ ഗാന്ധി താമസിച്ചിട്ട് അവരുടെ മലം വൃത്തിയാക്കി, സ്വന്തം വിസർജനം വൃത്തിയാക്കി, അത് ചുമന്ന് കുറെ ദൂരത്ത് കൊണ്ടുപോയിട്ട് ഒഴുക്കുന്ന മഹാത്മാവിനെ കണ്ടിട്ടുണ്ടോ? അംബേദ്കർ അതും ചെയ്തു. ഇതൊക്കെയാണ് ദേശീയ പ്രസ്ഥാനം കൊടുത്ത സംഭാവനകൾ. മനുഷ്യനെയാണ് ഏറ്റവും പ്രമുഖമായിട്ട് കണ്ടത്, അല്ലാതെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊന്നുമല്ല. അതൊക്കെ ഇപ്പം തുടങ്ങിയ ഏർപ്പാടല്ലേ. ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ ഭരിച്ചതോടുകൂടി അവർക്ക് ഇന്ത്യ ഭരിക്കണമെങ്കിൽ മുസ്ലിം അല്ലെ ഹിന്ദു മതവിഭിന്നത വരണം, ജാതിസ്പർദ്ധ വളർത്തണമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ശരിക്കറിയാം. ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി അവർ നാട്ടുരാജ്യങ്ങളെ കൂട്ടി, മതപൗരോഹിത്യത്തിനെ കൂട്ടി, സാമ്രാജ്യത്വത്തിൻ്റെ തോഴന്മാരായി മതപൗരോഹിത്യത്തിനെയും ഈ നാട്ടുരാജാക്കന്മാരും കൂടെ നിർത്തി. അങ്ങനെ ഭരണഘടനയുടെ പിൽക്കാലഘട്ടത്തിലുണ്ടായ ഭരണഘടനയുടെ വൈവിധ്യ ദർശനങ്ങളെ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തന്നെ ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങി. അവരതിന് കൂട്ടുപിടിച്ചത് ഈ ബ്രാഹ്മണിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ചാതുർവർണ്ണത്തിൻ്റെ മുഖമുദ്രയാണ് ബ്രാഹ്മണിസം. അതിൽ ഋഗ്വേദത്തിലൊരു ശ്ലോകമുണ്ട്, പുരുഷ സൂക്ത ശ്ലോകം എന്നാണ് പറയുക. വിരാട് പുരുഷൻ ബ്രഹ്മം, ബ്രഹ്മാവല്ല ബ്രഹ്മം, ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ്. ബ്രഹ്മത്തിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ വരുന്നു.
മനസ്സിൽ നിന്ന് ക്ഷത്രിയൻ വരുന്നു, തുടയിൽ നിന്ന് വൈശ്യൻ വരുന്നു, കാലിൻ്റെ അടിയിൽ നിന്ന് ശൂദ്രൻ വരുന്നു എന്ന് അതിൽ എഴുതി വച്ചിരിക്കുന്നു. അവിടെ പിടിച്ചു ഈ മതപുരോഹിതന്മാർ. ഇത് തന്നെ ശ്ലോകം നമുക്ക് എന്ത് പടർത്താൻ? ജാതി വർണ്ണ വ്യവസ്ഥ പടർത്താൻ. അങ്ങനെ ബ്രാഹ്മണനുണ്ടായി, ക്ഷത്രിയനുണ്ടായി, വൈശ്യനുണ്ടായി, ശൂദ്രനുണ്ടായി. ഇപ്പോഴും അതന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമ്പലങ്ങളിൽ പോയി നോക്കൂ. ഇവിടുത്തെ അമ്പലത്തിലും പോയ പൂജാരിയോട് പറഞ്ഞു നോക്കൂ, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കൂ എന്ന് പറയും. മിക്കവാറും പൂജാരിമാർക്ക് ശ്ലോകം ചെല്ലാനും അറിയില്ല, ചെല്ലാത്തതിൻ്റെ അർത്ഥം അറിയില്ല. ഇന്നത്തെ പൂജാരിമാരുടെ സ്ഥിതി അതാ, പല പൂജാരിമാരുടെയും. അത് പല ആരാധനാലയങ്ങളുടെ പണ്ഡിതന്മാരുടെ സ്ഥിതി അതാണ്, ഏത് മതത്തിൻ്റെതായാലും. അതുകൊണ്ടാണ് ഖുറാനും ബൈബിളും ഉപനിഷത്തൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത്. കാരണം ഭക്തന്മാരിത് വായിച്ചിട്ടില്ല എന്ന് പുരോഹിതന്മാർക്ക് ഉറപ്പാണ്. രാമായണം വായിച്ച എത്ര RSSകാരുണ്ട്? ഒറ്റ ആൾ പോലും ഉണ്ടാവില്ല. അങ്ങനെ RSSകാർ രാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളി പൊളിയുമില്ല, പുതിയ ക്ഷേത്രം വരൂല്ല. കാരണം രാമൻ പറഞ്ഞത് ക്ഷേത്രം പണിയാനല്ല, രാമൻ പറഞ്ഞത് മനുഷ്യ മനസ്സിൽ എന്നെ കുടിയിരുത്താനാണ്. വാത്മീകിയുടെ രാമായണം വായിച്ച ഇന്ത്യക്കാരൻ്റെ ഒരു 10% പോലും ഉണ്ടാവില്ല. അവർ ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള രാമനെ വായിക്കും, ഹെഗ്ഡേവാറിൻ്റെ രാമനെ വായിക്കും. അവിടെയാണ് അവർ അംബേദ്കറിനെതിരെ വിരൽ ചൂണ്ടുന്നത്. അംബേദ്കർ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ചാതുർവർണ്ണം നശിക്കാതെ, ഈ പുരാണങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളെ ഇല്ലായ്മ ചെയ്യാതെ ഹിന്ദുമതം രക്ഷപ്പെടില്ല. ഹിന്ദുത്വവും എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള പ്രാകൃത പ്രത്യയശാസ്ത്രത്തിനെ തറപറ്റിക്കാനും പറ്റുകയില്ല. ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ഇന്ന് വാത്മീകിയുടെ രാമനെ ഇന്ത്യൻ ജനതയ്ക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് RSSന്റെ രാമനെയാണ്. അവിടേക്ക് എത്തി ഇന്ത്യ. അതുകൊണ്ടാണ് ഈ വർഗീയത, അതുകൊണ്ടാണ് ഈ വിഭാഗീയത വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്, മതേതരവാദികൾ പറയേണ്ടത്, എല്ലാ വിഭാഗം ജനങ്ങളും പറയേണ്ടത്, രാമനെ പഠിക്കണം. വാത്മീകിയുടെ രാമനെ, പ്രവാചകനായ നബിയെ പഠിക്കണം, ക്രിസ്തുദേവനെ പഠിക്കണം, ബുദ്ധദേവനെ പഠിക്കണം, അംബേദ്കറെ പഠിക്കണം. അപ്പോൾ മാത്രമേ ഇന്ത്യയിൽ മനുഷ്യത്വം ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ആ മാനവികതയ്ക്ക് വേണ്ടിയിട്ടാണ് അംബേദ്കർ ശ്രമിച്ചത്. തൻ്റെ നിരവധി വിജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങളായ ഡിഗ്രികളും ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഒരു അധികാരത്തിൻ്റെ പദവിയിലിരിക്കാൻ പലപ്പോഴും കൂട്ടാക്കിയില്ല. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. പോരാട്ടം നടത്തിയ അദ്ദേഹം, ഇതല്ല വേണ്ടത്, ജനാധിപത്യം എന്നുള്ളത് ഭരണഘടനയുടെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്ന സങ്കല്പമാകണം, അല്ലാതെ വോട്ട് ചെയ്ത് അധികാരത്തിൽ ചെയ്യുന്ന പ്രക്രിയയല്ല ജനാധിപത്യം. ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങളെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിപ്പിച്ചാൽ മാത്രമേ ജനാധിപത്യം പരിപൂർണമാകുകയുള്ളൂ എന്ന് അംബേദ്കർ എപ്പോഴും നിഷ്കർഷിച്ചു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തലല്ല, അതൊരു ജീവിതത്തിൻ്റെ ദൈനംദിനമുള്ള നൈതിക ബോധമാണ്, ജീവിതത്തിൻ്റെ ജൈവായുധമാണ്, ജീവിതത്തിൻ്റെ ജീവിത സ്പർശനമാണ്. ജനാധിപത്യമെന്ന് അംബേദ്കർ തറപ്പിച്ചു പറയും, അതൊരു നൈതികതയാണ്. ജീവിതത്തിൻ്റെ ഓരോ ചിന്തയിലും, ഓരോ പ്രക്രിയയിലും, ഓരോ വാക്കിലും ജനാധിപത്യ ബോധം നിറഞ്ഞു നിൽക്കണമെന്ന് ബാബാ സാഹേബ് പറയുന്നത് കൊണ്ടാണ് സംഘപരിവാറിന് അംബേദ്കറെ പേടി, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാത്തതും. ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ല താൻ അപ്രമാദിത്വമുള്ളൊരു നേതാവാണെന്ന്, അംബേദ്കറും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പല നേതാക്കന്മാരും പറയുന്നത് ഞാൻ തന്നെ ഏറ്റവും വലിയ നേതാവെന്ന്. അവിടെയാണ് ഇന്ത്യയുടെ ദുരന്തം. എന്നേക്കാ വലുത് ആരും ഉണ്ടാവാൻ പാടില്ല. എല്ലാ അപ്രമാദിത്വമുള്ള നേതാക്കന്മാരിലും ഫാസിസ്റ്റ് ലക്ഷണങ്ങൾ കാണാം, ഫാസിസ്റ്റ് ചിഹ്നങ്ങൾ കാണാം. അതൊരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ഇന്ന് എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും കടന്നു വരുന്നു. ഏകാധിപത്യം, സമഗ്രാധിപത്യം, ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്താൽ നിങ്ങളെ പുറത്താക്കും. അങ്ങനെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യുന്ന സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകന്മാർ, ഇവരൊക്കെ കൊല ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ. മനുഷ്യന് പശുവിനേക്കാൾ വിലയാണ്. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവമാണ്. അപ്പം ഇതൊക്കെ ഈ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആശയങ്ങളാണ്. ഭരണഘടന പറയുന്ന എല്ലാവരെയും ഒരുപോലെ കാണാൻ പറയുമ്പോൾ, ജാതിയെ എതിർക്കാൻ പറയുമ്പോൾ, അതാണ് ജാതിയെ എതിർക്കാനാണ് ലോകം കണ്ട ഏറ്റവും വലിയ താത്വികാചാര്യൽ ഒരാളായ ശ്രീനാരായണ ഗുരുദേവൻ ജീവിതം മുഴുവൻ പറഞ്ഞു നടന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒപ്പമുള്ള സഹോദരൻ അയ്യപ്പൻ, ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ഒന്നുകൂടി കടന്നു പറഞ്ഞു, ജാതിയും വേണ്ട, മതവും വേണ്ട, ദൈവവും വേണ്ട.
അപ്പോൾ വേറൊരു ശിഷ്യനായ കുഞ്ഞിരാമൻ ചെന്ന ഗുരുദേവനോട് പറഞ്ഞു, അയ്യപ്പൻ മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ, അപകടമാവട്ടോ എന്ന്. അപ്പോൾ ഗുരുദേവൻ്റെ മറുപടി ഉണ്ട്, അയ്യപ്പൻ പറയേണ്ടത് അയ്യപ്പൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് ഞാൻ പറയും, അർത്ഥം രണ്ടും ഒന്നു തന്നെയാണ്. അതാണ് ലോകം മുഴുവൻ ഉൾക്കൊണ്ട ഗുരുദേവൻ്റെ മറുപടി. എല്ലാം ഒന്ന് തന്നെ. ഏത് ജാതിയായാലും ഏത് മതമേതായാലും എന്താ, മനുഷ്യൻ ഒന്നേ ഉള്ളൂ. ആ മനുഷ്യനെയാണ് ഇവരെല്ലാം നോക്കിക്കണ്ടത്. സ്ത്രീ പുരുഷ സമത്വം, ജാതി മത വ്യത്യാസങ്ങളില്ലാതെയുള്ള സമത്വം, ആ സമത്വത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അംബേദ്കർ ഈ ഭരണഘടന എഴുതുന്നത്. അതുകൊണ്ട് ഇക്വാലിറ്റി എന്നുള്ള സങ്കല്പം തൻ്റെ മുന്നിലുള്ള രാഷ്ട്രത്തിൽ ഉണ്ടാവുകയില്ല എന്ന് കണ്ടപ്പോഴാണ് നിരാശ ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ ഈ പോസിറ്റീവ് തിങ്കിങ് ഏറ്റവും അഗ്രഗണ്യമായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹിന്ദു മതത്തിൻ്റെ ജാതി സ്പർദ്ധയുടെ ഫലമായിട്ട് രാജ്യം രക്ഷപ്പെടുകയില്ല, ബുദ്ധമതം ഞാൻ സ്വീകരിക്കുന്നു. ആ വട്ടമേശ സമ്മേളനത്തിലെ പ്രസംഗം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കത്ത് എഴുതുകയാണ് അംബേദ്കർ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക്. കത്ത് ആർക്കാ? സ്വന്തം ഭാര്യയ്ക്ക്. പ്രസിദ്ധമായ കത്താണത്. ആ കത്തിൽ പറയുന്നു, പ്രിയപ്പെട്ട രമാ എന്ന പേര് ഭാര്യയുടെ, ഞാൻ നടത്തിയ പ്രസംഗം ഇന്നലെ ഈ ജാതി സ്പർദ്ധയ്ക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരായിട്ടായിരുന്നു. പക്ഷേ ഞാനും നീയും അടങ്ങുന്ന സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാവുമോ? കോടാനുകോടി ജനത ദാരിദ്ര്യം അനുഭവിക്കുന്നു, പട്ടിണി കിടക്കുന്നു, ഉച്ചനീചത്വം അനുഭവിക്കുന്നു, തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നു, പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയുള്ളൊരു ലോകത്തു നിന്ന് മാറിക്കിട്ടുമോ ഇന്ത്യയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമോ? രമേ, നമ്മുടെ ജീവിതം ഈ ഇരുട്ടിൽ തന്നെയാകുമോ? അങ്ങനെ നീ ധരിക്കണ്ട രമേ, ഞാൻ അങ്ങനെ പറയുമെങ്കിലും ഞാൻ പറയുന്നത് ആ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൂര്യവെളിച്ചത്തിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവരണം. ആ സൂര്യവെളിച്ചം ശുഭാപ്തി വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ്. ആ സൂര്യവെളിച്ചം ആത്മധൈര്യത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ വെളിച്ചമാണ്. പോരാടുക ഈ ബ്രാഹ്മണ്യത്തിനെതിരെ, പോരാടുക ഈ സാമ്രാജ്യത്തിനെതിരെ. എന്തൊരു ഉജ്ജ്വലമായ കത്താണത് സ്വന്തം പ്രിയ സഹധർമ്മിണിക്ക് എഴുതിയത്. കോരിത്തരിക്കുകയാണ് ഇന്ത്യ എന്ന ഈ കത്തുകളിലൂടെ. ജവഹർലാൽ നെഹ്റു മകൾക്കയച്ച കത്തുകൾ, അംബേദ്കറിൻ്റെ കത്തുകൾ, ഗാന്ധിജിയുടെ കത്തുകൾ. ഇന്ന് 10 വരി മലയാളം തന്നെ എഴുതാൻ പറ്റാത്തവരാ ഭൂരിഭാഗം ആൾക്കാരും. രാജ്യം എവിടെ എത്തുന്നു ആലോചിക്കണ്ടേ? നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊരൊറ്റ പുസ്തകം വായിച്ചാൽ മതി ഇന്ത്യ എന്താണെന്നറിയാൻ. വൈവിധ്യങ്ങളുടെ ബഹുസ്വരതയുടെ കേളീരംഗം, അനർഗളമായ സാഹിത്യവചനങ്ങൾ, അച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇന്ദിരാ പ്രിയദർശിനിക്ക് ആദ്യത്തെ വരി തന്നെ ഇതാ, ലോക സാഹിത്യകാരന്മാർ അത്ഭുതപ്പെട്ട വരി അത്. പ്രിയദർശിനി ഡിയറർ ടു ദ സൈറ്റ്, ഡിയറർ സ്റ്റിൽ വെൻ സൈറ്റ് ഈസ് ഡിനൈഡ്. മകളെ വിളിക്കുക പ്രിയദർശിനി എന്ന്. പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ സുഖമുള്ളവളെ. യു ആർ ഡിയറർ ടു ദ സൈറ്റ് വെൻ സൈറ്റ് ഈസ് ഡിനൈഡ്. ഞാൻ ജയിലിലിരുന്നിട്ട് എഴുതുന്നു, നിന്നെ കാണാതെയാകുമ്പോൾ നീ കൂടുതൽ ദർശിക്കാൻ സുഖമുള്ളവളായിട്ട് മാറുന്നു. എന്തൊരു മനോഹരമായ സാഹിത്യം! ഇത് കണ്ടിട്ട് ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ലോക തത്വചിന്തകൻ അന്ന് പറഞ്ഞത്, നെഹ്റു, നിങ്ങൾ രാഷ്ട്രീയത്തിലില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാകുമായിരുന്നു. അറിയാത്ത വിഷയങ്ങളൊന്നുമില്ല ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർക്ക്. അവരോടൊക്കെയാണ് അംബേദ്കർ ഏറ്റുമുട്ടുന്നത് ആശയപരമായിട്ട്. അപ്പോൾ ഇപ്പോഴും അംബേദ്കർ പറഞ്ഞ അവിടെ തന്നെയാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ജാതിയുടെ ഭീകരത മൂലം സാമൂഹിക സാമ്പത്തിക അസമത്വം അനുഭവിക്കുമ്പോൾ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നെ നിഗണിക്കപ്പെടുമ്പോൾ, രോഹിത് വെമൂലമാർ കൊല്ലപ്പെടുമ്പോൾ, ആദിവാസികളെ ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുമ്പോൾ, അപരനെ സൃഷ്ടിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഫാസിസം കിടഞ്ഞ് പരിശ്രമിക്കുമ്പോൾ, ഒരു മതത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, മറ്റൊരു മതത്തിൻ്റെ പള്ളികൾ തകർക്കുമ്പോൾ, സംഭാലും മണിപ്പൂരും ഇപ്പോഴും ആവർത്തിക്കപ്പെടുമ്പോൾ, നിരവധി പള്ളികൾ പൊളിക്കപ്പെടുമ്പോൾ, എല്ലാ പള്ളികളുടെ അടിയിലും ശിവലിംഗങ്ങളുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ, ഏത് ഭരണഘടന, എന്ത് ഭരണഘടന? പ്രതികരിക്കണ്ടേ? ഇന്ത്യൻ ജനത പ്രതികരിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മുഖചിത്രത്തിൽ നോക്കിയാൽ അശോകസ്തംഭം കാണാം. ആ അശോകസ്തംഭത്തിൽ 4 ദിക്കുകളിലേക്കും മുഖം തിരിക്കുന്ന സിംഹങ്ങളെ കാണാം. സാരാനാഥിലെ ആ ധർമ്മസ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രവർത്തിയുടെ പ്രതീകാത്മകമായി ആ മുഖം, ആ ചിത്രം ഭരണഘടനയിൽ ആലേഖനം ചെയ്യുന്നത്. ആ അശോകസ്തംഭത്തിൻ്റെ മുകളിലുള്ള സിംഹരൂപങ്ങളെയാണ് 2 കൊല്ലം മുമ്പ് വേറൊരു ചിത്രമായി ആവിഷ്കരിച്ചതും ശാന്തമായിട്ട രൂപങ്ങളെ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ രൂപമായി ഇന്നത്തെ പ്രധാനമന്ത്രി അവതരിപ്പിച്ചതും. ഇതൊക്കെ മാറ്റമാണ് ഭരണഘടനയുടെ.
സന്യാസിമാരുടെ അകമ്പടിയോടുകൂടി പാർലമെന്റിലേക്ക് കടന്നു ചെല്ലുന്നു ചെങ്കോലും പിടിച്ചുകൊണ്ട്. ഭരണഘടനയുടെ മാറ്റമാണത്. മതേതരത്വം, ജനാധിപത്യം എന്നുള്ള വാക്കുകൾ വേണ്ട എന്ന് പറയുന്നു ഇവർ. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നടപ്പിലാക്കാൻ പറ്റിയാൽ ഇതൊക്കെ നടപ്പിലാക്കപ്പെടും. ഒരു പ്രത്യേക മതത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പുറത്തു പോ. ഗോൾവാൾക്കർ പറഞ്ഞിട്ടുണ്ട് മുസൽമാനും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും പുറത്തു പോകണം. ആ വിചാരധാരയിൽ എഴുതി വെച്ചതാണ് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ. ഇതൊക്കെ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നിസ്സാര കാര്യമല്ല, ജാഗ്രത പുലർത്തണം. മതത്തിന് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ട്. മാനവികതയാണ് ഏറ്റവും വലിയ പ്രതിഭാസം. അല്ലാതെ മതസങ്കല്പങ്ങളുടെ ഉദാത്ത മൂല്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ അതിൻ്റെ താഴ്വരകളിലുള്ള സംഘർഷങ്ങളും സ്പർദ്ധകളുമല്ല. ചരിത്രത്തിനെ വളച്ചൊടിക്കുന്നു. അവിടെയും അംബേദ്കർ പറയുന്നുണ്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരം കൃത്യമായി പറയണം, ഒരു രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറയണം, അതിലൂടെ പഠിപ്പിക്കുന്ന മാനവികതയെക്കുറിച്ച് പറയണം. ഇവിടെ അക്ബർ ചക്രവർത്തി സംഭാവന ചെയ്ത മത സംസ്കാരം, രാജസദസ്സിലേക്ക് ചന്ദനപ്പൊട്ടും സിന്ദൂരപ്പൊട്ട് തൊട്ടുകൊണ്ടുമാണ് മഹാനായ അക്ബർ കടന്നു വരിക. വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്താ ഇങ്ങനെ വരുന്നത്? എൻ്റെ രാജ്യത്തിലെ ബഹുഭൂരിഭാഗം പ്രജകളും ഹിന്ദുക്കള്, അവരുടെ ആചാരത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാ ചക്രവർത്തി പറയുക. അദ്ദേഹത്തിൻ്റെ രാജ്യസദസ്സിൽ മുഴുവൻ പണ്ഡിതന്മാരാ, അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ. അബ്ദുള്ള സലാഹി, അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ ഖാദർ ബുദയാനി, അബ്ദുൽ ഹക്കീം തുടങ്ങിയിട്ടുള്ള അപാരമായ പണ്ഡിത ശിരോമണികളിൽ അബ്ദുൽ ഖാദർ ബൂദയാനിയെ വിളിച്ച് അക്ബർ പറയും, രാമായണം തർജ്ജിമ ചെയ്യൂ, ലോകത്തിന് പരിചയപ്പെടുത്തും. പേർഷ്യൻ ഭാഷയിലേക്ക് രാമായണം തർജ്ജിമ ചെയ്തത് അക്ബറിന്റെ പണ്ഡിതൻ അബ്ദുൽ ഖാദർ ബൂദയാനി. എന്താ ഈ RSSകാരനത് പറയാത്തത്? ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾക്ക് തന്നെ അത് അറിയില്ലല്ലോ. അതാണ് ഇന്ത്യക്കാരൻ വായിക്കില്ല, ഒന്നും വായിക്കില്ല, ഗഹനമായ കാര്യങ്ങൾ. അക്ബറിന്റെ മകൻ ഷാജഹാൻ, ഷാജഹാന്റെ മഹാപണ്ഡിതനായ മകൻ ദാരാ ഷിക്കോവാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുന്നത്. ഷാജഹാൻ പറയാണ്, മകനെ ഈ വിജ്ഞാനം ലോകത്തിന് പരിചയപ്പെടുത്തൂ പേർഷ്യൻ ഭാഷയിലേക്ക്. ആ പേർഷ്യൻ ഭാഷയിൽ ഉപനിഷത്ത് വായിച്ചിട്ടാണ് ലാറ്റിൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ലോക പണ്ഡിതന്മാർ ഉപനിഷത്ത് തർജ്ജിമ ചെയ്യുന്നത്. അങ്ങനെ ദാരാ ഷിക്കോ ഇത് തർജ്ജിമ ചെയ്യുമ്പോൾ ഒരു പേജിന്റെ ഒരു ഇടത്ത് ഭാഗത്ത് അദ്ദേഹം എഴുതും, ഓം ഹരി ശ്രീ ഗണപതേയ നമഃ. ആ പേജിന്റെ മറുഭാഗത്ത് അദ്ദേഹം എഴുതും ബിസ്മില്ലാഹിർ റഹീം. അങ്ങനെയാ ദാരാ ഷിക്കോ ഈ വിശുദ്ധ ഗ്രന്ഥം തർജ്ജിമ ചെയ്തത്. ആര് പറയുന്നു ഇത്? ആരെ പഠിപ്പിക്കുന്നു ഇത്? എന്നിട്ട് പറയും മുഗളന്മാർ ഇവിടെ പാടില്ല, അവരൊക്കെ പോട്ടെ, അവരെ കുറിച്ച് പഠിപ്പിക്കാനേ പാടില്ല. ഇത് പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരെ പോരാടിയ ഒരു ബാപ്പയും മകനും ഉണ്ടായിരുന്നു, ഹൈദരാലിയും ടിപ്പു സുൽത്താനും. ഇന്ത്യൻ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വെടിയുണ്ടയേറ്റ് മരിച്ച ഒറ്റ ചക്രവർത്തിയെ ഉണ്ടായിട്ടുള്ളൂ, അത് ടിപ്പുവാണ്. വെടിയുണ്ടയേറ്റാ മരിച്ചത്, വേറൊരാളും വെടിയുണ്ടയേറ്റ് മരിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ പഴശ്ശിരാജ വെടിയുണ്ടയേറ്റ് മരിച്ചത് സ്വന്തം പ്രദേശത്തിലെ കരം പിരിക്കുന്നതിൻ്റെ തർക്കത്തിൻ്റെ ഫലമായിട്ട്. ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടതാണ് ടിപ്പു സുൽത്താൻ ചെയ്ത ദ്രോഹം. അതുകൊണ്ടാണ് ടിപ്പുവിനെ പഠിപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കാതെ ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? പക്ഷെ അത് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗവും അത് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഹൈന്ദവ ദർശനത്തിൻ്റെ വിശാല മനസ്കത ആര് പഠിക്കുന്നു? അങ്ങനെ എത്രയെത്ര ഉജ്ജ്വലമായിട്ടുള്ള ചിന്തകളും ദർശനങ്ങളും ഉടലെടുത്ത നാടാണിത്. നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണം ബിരിയാണി, പുലാവ്, ഫിഷ് പുലാവ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഗസൽ സംഗീതം, കവാലി സംഗീതം ആരുടെ സംഭാവനയാണ്? മുസൽമാൻ്റെ സംഭാവനയാണ്. ഇവിടെ എല്ലാ RSSകാരനും ബിരിയാണി കഴിക്കും, എന്നിട്ട് പറയും മുഗളന്മാർ ഇവിടുത്തെ ഈ സംഭാവന പഠിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെയല്ലേ ഇവിടുത്തെ വൈരുദ്ധ്യങ്ങൾ. അപ്പൊ ഭരണഘടന ഇല്ലായ്മ ചെയ്യപ്പെടും, ഭരണഘടനയുടെ ഏറ്റവും ഉജ്ജ്വലമായ മാനവികതയെ തിരസ്കരിക്കപ്പെടും. അത് ചരിത്ര ദുർവ്യാഖ്യാനത്തിലൂടെയാണ് അവർ ചെയ്യുക, സാംസ്കാരികമായിട്ടുള്ള നിഷേധത്തിലൂടെയാണ് അവരത് ചെയ്യുക, മഹാരഥന്മാരുടെ ചരിത്രത്തിനെ അവഗണിച്ചുകൊണ്ടാണ് അത് ചെയ്യുക. അപ്പം നെഹ്റുവിനെ പഠിപ്പിക്കുന്നില്ല, മൗലാന ആസാദിനെ പഠിപ്പിക്കുന്നില്ല, ഗുരുദേവനെ പോലും പഠിപ്പിക്കരുത് എന്ന് പറയുന്നു അവർ. അത് അനുവദിക്കാൻ പാടില്ല. അതിനെതിരായിട്ടാണ് അംബേദ്കർ എല്ലാ മനുഷ്യരുടെയും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞത്. മാനവികത ചിന്തയിലോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ലോകം കണ്ട ഏറ്റവും മേന്മയുള്ള ബൃഹത്തായ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടനയുടെ സാംഗത്യവും അതിൻ്റെ സംശുദ്ധിയും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ പറ്റും. ദിസ് ഈസ് ദ ഹോളി ടെക്സ്റ്റ്. പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം.
അതിൻ്റെ ഒരു 10 വരി ആമുഖം മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ 4 മേഖലകളെയും സ്പർശിക്കുന്ന അതിബൃഹത്തായ വിശ്വദാർശനികതയുടെ ചിന്തകളുടെ സരണീപ്രവാഹമാണ് ഭരണഘടനയിലുള്ളത്. അതുകൊണ്ട് അംബേദ്കർ എത്രയോ കാലഘട്ടത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അംബേദ്കറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഈ ടെക്സ്റ്റിന് ബീജാവാപം നൽകിയതും അത് പ്രാവർത്തികമാക്കുന്നത് അത് പിടിച്ചുകൊണ്ടാണ് ഭരണം നടത്തേണ്ടത്. അല്ലാതെ ഭരണാധിപൻ്റെ വ്യക്തിപ്രഭാവം കലർത്തിയിട്ടല്ല. ഞാനാണ് വലുത്, എൻ്റെ ഗ്യാരണ്ടി എന്നല്ല പറയേണ്ടത്. ഭരണഘടനയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ് പറയേണ്ടത്. ഭരണഘടനാ ഗ്യാരണ്ടിയാണ് വലുത്, അല്ലാണ്ട് നേതാവിൻ്റെ അപ്രമാദിത്വമല്ല വലുത്. ഗാന്ധി റോട്ടിലൂടെ ചെരുപ്പിടാതെ നടന്നു, ഒരു ഷോളും പുതച്ച്. ഇന്നിപ്പോൾ ഗാന്ധി ആവണം എന്നല്ല പറയുന്ന ആർക്കും പറ്റൂല. പക്ഷേ ഇന്ന് ഓരോ നേതാക്കന്മാരും 20, 30, 40, 50 കാറിൻ്റെ അകമ്പടിയോടുകൂടി പോകുമ്പോൾ രാഷ്ട്രപിതാവ് ജനിച്ച നാടാണെന്ന് ഓർക്കണം. അപ്രമാദിത്വമുള്ള സെക്യൂരിറ്റി ഭടന്മാരുടെ കൂടെയേ സഞ്ചരിക്കുള്ളൂ എന്ന് അവിടം മുതൽ ഇവിടം വരെയുള്ള എല്ലാവരും തീരുമാനിക്കുമ്പോൾ ഇത് ഗുരുദേവനും വിവേകാനന്ദനും അംബേദ്കർക്കും ഗാന്ധിക്കും നെഹ്റുവിനും ആസാദിനും പട്ടേലിനും ജന്മം കൊടുത്ത നാടാണെന്ന് ധരിക്കണം. കാലഘട്ടം മാറുമ്പോൾ എല്ലാവരും പണത്തിൻ്റെ കീഴിൽ ജീവിക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. പണാധിപത്യമാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അംബേദ്കർ അതിനെതിരായിരുന്നു. പണം വേണം, പക്ഷെ മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യം പാടില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. ഒരാൾ 5000 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഒരു മകൻ്റെ കല്യാണം നടത്തുമ്പോൾ ഇപ്പുറത്ത് 30% പേർക്ക് ശുദ്ധജലമില്ല, ശൗചാലയമില്ല, ഒരു നേരത്തെ ഭക്ഷണമില്ല. എന്ത് ജനാധിപത്യം, എന്ത് സ്വാതന്ത്ര്യം? ചിന്തിക്കണം. നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് ടെക്സ്റ്റിൻ്റെ പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഭരണഘടന വായിക്കുക, ഭരണഘടനയുടെ ചിന്തയുടെ ഏറ്റവും അമൂല്യമായ പ്രവാഹം നടത്തുക. അങ്ങനെ ചെയ്യാനുള്ളൊരു വേദി ഒരുക്കിയിട്ടുള്ള പ്രശസ്തമായ ഈ സ്ഥാപനത്തിൻ്റെ ഈ സംരംഭത്തിന് വളരെയധികം ശ്ലാഘനീയമായ ഗുണഗണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും ഉന്നതമായ ചിന്തകളുടെ പ്രവാഹമുണ്ടാകട്ടെ. മനുഷ്യനെ അംഗീകരിക്കുന്ന, മനുഷ്യൻ എല്ലാവരും തന്നെപ്പോലെയുള്ള ഒരു സൃഷ്ടിപരമായ ജീവിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു സാമൂഹിക സംവിധാനം നിലവിൽ വരാൻ വേണ്ടിയിട്ട് പൂർവസൂരികൾ ശ്രമിച്ചപ്പോൾ അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ ഇന്നും നടത്തേണ്ടത്. ആ പോരാട്ടത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അണിചേരുക, രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഭരണഘടനാ